സീതാന്വേഷണ ഭാഗമായിട്ട് രാമൻ ഇതുവഴി വന്നു എന്നും ഇതിന്റെ മേലെ കാൽപ്പാട് പതിഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ കല്ലിനെ രാമക്കല്ലെന്നും പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഈ സ്ഥലപ്പേരിനെ രാമക്കൽമേട് എന്നുള്ളൊരു വിളിപ്പേര് ഇവിടുത്തെ പഴയക്കാർ പറഞ്ഞ രജിസ്റ്റർ. നമ്മൾ നിൽക്കുന്നത് ഈ കാണുന്ന കല്ലും താഴോട്ടെല്ലാം കാണുന്ന തമിഴ്നാടിന്റെ തേനി ജില്ലയിൽ പെടുന്ന സ്ഥലങ്ങളാണ്. ആ കാണുന്ന രാമക്കൽ എന്ന് പറഞ്ഞ കല്ല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടിന്റെ ഇതിൽ പെടുന്നതാണ്. പക്ഷെ ഇങ്ങോട്ടും അങ്ങോട്ടെല്ലാം എൻട്രൻസ് ആയിട്ടുള്ള വഴി വരുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഇവർക്കൊരു വഴിയില്ല. അതുകൊണ്ടാണ് ഇതുവരെ ഇത് ബ്ലോക്ക് ചെയ്യാതെ. ഈ താഴെ കാണുന്ന ഒരു 100-300 വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണ്. രംഗനാഥ കോയിൽ എന്നാണ് അമ്പലത്തിന്റെ പേര്. ഒരു വർഷത്തില് മലയാള മാസം കന്നിമാസത്തില് 5 ശനിയാഴ്ചകൾ മാത്രമേ അത് തുറക്കുള്ളൂ. ആ സമയത്ത് നമ്മുടെ ശബരിമലയിലെ കൂട്ടൊക്കെ ഭയങ്കര പൂജയും കാര്യങ്ങളും ഭയങ്കര തിരക്കായിരിക്കും. ആ കാണുന്ന ബിൽഡിങ്ങുകൾ കണ്ടോ, അത് കോമ്പ എന്ന് പറഞ്ഞിട്ടൊരു ടൗണാ, കോളനി പോലെ ഒരു വീടിന്റെ അടുത്ത വീട്. ആ ബിൽഡിങ്ങുകൾ വെള്ള ആ കമ്പത്തുനിന്ന് കോമ്പ വന്നിട്ട് ഈ വഴി ഇങ്ങനെ വന്ന് ഈ അമ്പലം കൊണ്ട് തീരും. അതിന്റെ തൊട്ടപ്പുറം കൊണ്ട് ഈ വഴി തീരും. ഇത് ഈ എങ്ങോട്ടത്തേക്ക് വരാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇവർ താമസിക്കുന്ന നല്ലൊരു കോളനിയായിട്ടും കൃഷി ചെയ്യുന്നുള്ള ഇതുപോലെ മറ്റു ഓരോ സ്ഥലങ്ങളിലായിരിക്കും. ഈ ക്രിസ്മസ് ട്രീ പോലെ നിൽക്കുന്നതാണ് നമ്മൾ വലിയ വാളംപുള്ളിയുടെ മരങ്ങളില്ലേ, ആ സാധനം ക്രിസ്മസ് ട്രീ പോലെ നിൽക്കുന്നത്. ഇതെല്ലാം ആ ഇടയ്ക്കോട്ട് നിൽക്കുന്നുണ്ട് കുഴപ്പമില്ലായിട്ട്. പിന്നെ കൂടുതൽ ഇങ്ങോട്ട് തെങ്ങുകളും മുന്തിരിത്തോട്ടങ്ങളുണ്ട്, പക്ഷെ അധികമില്ല. അത് കമ്പ ആ സൈഡിലേക്കാവും. അതുപോലെ ആ എൻഡിൽ കാണുന്ന ഒരു ഗ്രാമം കണ്ടോ, ആ എൻഡില് അതാണ് പണ്ണൈപുരം എന്ന് പറയുന്നത്. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഇളയരാജയുടെ ജന്മസ്ഥലമാണ് അത്. ആ കാണുന്നൊരു കോളനി അവിടെ പണ്ണൈപുരം എന്ന സ്ഥലപ്പേര്. പണ്ടൊക്കെ ഇവിടെ കടലായിരുന്നു.